friends, MalluKarper പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഈസി ഹോം ഡെക്കോർ എന്ന പാലസിലേക്കുള്ള ഒരു പുതിയ വീഡിയോ ആണ്. അതിൽ നമ്മൾ ഫാൻസി ലാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ടൈപ്പിലുള്ള ഫാൻസി ലാമ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നൊരു ടേബിൾ ടോപ്പും ഒന്ന് വാളിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഫാൻസി ലാമ്പും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂഫിൽ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാൻസി ലാമ്പാണ്. ഈ ഒരു ഫാൻസി ലൈറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു സ്ക്രാപ്പായിട്ടുള്ള റബ്ബൂട്ടിൻ്റെ പീസിൽ നിന്നാണ്. അപ്പോൾ ഇതിന് 4 നീളത്തിലുള്ള പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഏതൊക്കെ സൈസിലാണ് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത അളവ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് വീതിയും അതുപോലെ 6.5 ഇഞ്ച് നീളത്തിലുള്ള 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാണ്ട് നമുക്ക് പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാണ്ട് അതിന് മുമ്പായിട്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് മിറ്റർ ജോയിനിങ് ആണ്. അതുകൊണ്ട് നമുക്കിതിന് മിറ്റർ കട്ടിങ് കുറച്ച് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 പീസിലും 45 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെ 45 ഡിഗ്രിയിൽ കട്ട് 2 പീസിലും വരുമ്പോൾ 45ഉം 90 ഡിഗ്രിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് മിറ്റർ ജോയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിറ്റർ കട്ടിങ് കൂടി നമുക്ക് ഇതിൽ ചെയ്തെടുക്കാണ്ട് അതും കൂടി ചെയ്തെടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, സാൻഡ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് അതിൻ്റെ 2 ആംഗിളിലും ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. ഇനി നമുക്ക് ഈ സെൻറ്റർ പോയിൻറ്റിലൊരു ഹോൾ അടിക്കണം. അത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ബൾബിൻ്റെ ഹോൾഡർ ഫിക്സ് ചെയ്യാനുള്ള ഹോളാണ് നമ്മൾ അടിക്കുന്നത്. അത് ഞാൻ ഒരു 32 mm ഹോൾസോ കട്ടർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കറക്റ്റ് പ്ലേസ് ചെയ്യുക. നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ടാപ്പ്, ഇത് ഇൻസുലേഷൻ ടാപ്പ് പറ്റില്ല, അതായത് ടൈറ്റുള്ള എന്തെങ്കിലും ടാപ്പ് നമ്മൾ ഇതിന് മുകളിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് മുകൾ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇത് നല്ല ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ബോക്സ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സൈഡായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ ജസ്റ്റ് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോളിഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പാക്ക് ക്ലിയർ പി ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും മാറ്റ് ഫിനിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാമ്പിൻ്റെ പാർട്ടൊക്കെ പോളിഷ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ, അതായത് ബൾബ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ത്രെഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹോൾഡറാണ്. ഈ ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹോളിൻ്റെ കറക്റ്റ് സൈസിലായിരിക്കും. ജസ്റ്റ് ഇത് പ്ലേസ് ചെയ്യാനേ വേണ്ടിയുള്ളൂ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലത്തെ 2 കോർ വേറെ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളെ ബൾബ് നമുക്ക് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾഡറും അതുപോലെ തന്നെ കേബിളും നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കി എടുക്കാം. അങ്ങനെ ബൾബിൻ്റെ ഹോൾഡർ നമ്മൾ ബ്ലാക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വേണ്ട ബൾബും കൂടി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം.